വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് KSEBയുടെ സപ്ലൈ ഉണ്ടാവും. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയാൽ നമ്മൾ സേഫാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് തീർത്തും അസംബന്ധമാണ്. നമ്മളുടെ മിക്ക വീടുകളിലും എന്തുണ്ടാവും, ഇൻവേർട്ടറുകൾ ഉണ്ടാവും. അപ്പോൾ ഇൻവേർട്ടർ സപ്ലൈ കട്ട് ചെയ്യുമ്പോൾ പലർക്കും അപകടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതും ശക്തമായ മഴയാണ് പെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള പുഴകളായിട്ടുള്ള ചാലിയാർ, അതുപോലെ തന്നെ നമ്മളുടെ ഭാരതപ്പുഴയൊക്കെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള പുഴകളൊക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ആ സമയത്ത് വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുകയാണ്. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. KSEB സെക്ഷനിലുള്ള AE ആണ് കേട്ടോ. അപ്പോൾ സാറ് പേരെന്താ തുടങ്ങി? ഞാൻ രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, KSEB. നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് കാര്യമെന്ന് പറയുന്നത് അതിലേക്ക് വീടുകളിലേക്ക് വൈദ്യുതി എത്തുന്നതിനുള്ള മെയിൻ സ്വിച്ചിന്റെ ബന്ധം വിച്ഛേദിക്കുകയാണ് ചെയ്യുക. അതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ രീതി. ഈ രീതിയിലാണ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ വീടിനകത്തേക്ക് വൈദ്യുതി ഉണ്ടാവില്ല. അതല്ലെങ്കിൽ വെള്ളം കയറി വരുമ്പോൾ അത് അപകട സാധ്യതയാണ്. നമ്മുടെ ഇൻവേർട്ടറിൽ നിന്നുള്ള വൈദ്യുതി KSEBയുടെ സപ്ലൈ കട്ടായാൽ മാത്രം വീടുകളിൽ വൈദ്യുതി എത്തുന്നില്ല എന്ന അർത്ഥമില്ല. ഈ ബാറ്ററിയിൽ നിന്നുള്ള വൈദ്യുതി ഇൻവേർട്ടർ വഴി ഈ പ്ലഗിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ വൈദ്യുതി എത്തും. KSEB സപ്ലൈ മാത്രമല്ലല്ലോ. സാധാരണ ആളുകൾ എന്താ ചെയ്യുക, ഇൻവേർട്ടറിന്റെ ഈ പ്ലഗ് നമ്മൾ ഇതുപോലെ വലിച്ചു വരും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുക. പക്ഷെ ഇത് ഭയങ്കര അപകടകരമാണ്. കാരണം ഇങ്ങനെ ഊരുമ്പോൾ ഇതിന്റെ അറ്റത്ത് ഈ ബാറ്ററിയിൽ നിന്നും ഇൻവേർട്ട് ചെയ്തു വരുന്ന കറണ്ട് പൂർണ്ണമായിട്ടും ഈ പ്ലഗിൽ ഇപ്പോഴുണ്ട്. അതിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. അങ്ങനെ നമ്മൾ ധരിക്കും ഇതിൽ വൈദ്യുതി ഇല്ലെന്ന് ധരിച്ചുകൊണ്ട് ഈ തറയിൽ വെള്ളം കയറി നിൽക്കുകയാണോ, ആ സമയത്ത് നമ്മളിത് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് മുഴുവൻ വൈദ്യുതി പ്രവാഹം ഉണ്ടാവും. അതൊക്കെ വലിയൊരു അപകടം തന്നെയാണ്. തീർച്ചയായും വെള്ളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ കറക്റ്റ് നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത്? അതായത് ഇൻവെർട്ടറിന്റെ ക്യാബിനിന്റെ മുകളിൽ ഒരു സ്വിച്ച് ഉണ്ട്. ഇതുപോലെ റെഡ് സിഗ്നൽ കണ്ടില്ലേ, ഇത് കട്ടാവണം. ഇപ്പൊ ഈ ബാറ്ററിയിൽ നിന്നുള്ള ബാറ്ററി കറണ്ട് ഇതുവഴി നമ്മളുടെ ലൈനിലേക്ക് എത്തില്ല, വീടിനുള്ളിലേക്ക് എത്തില്ല. ആ ഒരു കണ്ടീഷനിൽ മാത്രം നമ്മൾ ഈ പ്ലഗ് വലിച്ചു ഊരാവും. നമ്മുടെ നാട്ടില് പുഴകളിലാണെങ്കിലും അതുപോലെ തന്നെ തോടുകളിലാണെങ്കിലും പാടങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പരമാവധി ജനങ്ങളിലേക്ക് എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ? ഓക്കെ. അപ്പൊ എല്ലാവരും മാക്സിമം കൂടുതൽ പേരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക.